സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൃഷി എന്ന് പറഞ്ഞാൽ ഫുൾ ഓർഗാനിക് ആയിട്ടുള്ള കൃഷി രീതിയാണ് നമ്മുടെ. അന്നേരം ഇതാ നമ്മുടെ പശുവിൻ്റെ കൂട്ടിൽ നിന്ന് വരുന്ന ചാണകം ബയോഗ്യാസ് സ്ലറി ആയിട്ട് ഇതാ ഈ ടാങ്കിലാണ് വന്ന് വീഴുന്നത്. ഈ ടാങ്കിൽ വന്ന് വീഴുന്ന സ്ലറി നമ്മൾ സ്ലറി ആയിട്ട് തന്നെ ഇതാ ഈ മോട്ടറിന് അടിച്ച് നമ്മുടെ വാഴയ്ക്കകത്തും പച്ചക്കറീൻ്റെ ഒക്കെ ചുവട്ടിലേക്ക് നമ്മൾ കൊണ്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അന്നേരം ഈ സ്ലറിയൊക്കെ വാഴയ്ക്ക് ചെയ്യുമ്പോൾ കരിക്ക് കേട് അതുപോലെയുള്ള മറ്റ് കേടുകളൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതിന് ജൈവമായ രീതിയിൽ നമ്മൾ ചെയ്യുന്ന മാർഗങ്ങളും കൂടെ ഈ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇങ്ങനെ നമുക്ക് വാഴയ്ക്കകത്തേക്ക് പോകാം. ബാക്കി അവിടെ വെച്ച് കാണിച്ചു തരാം. നമ്മൾ അവിടെ നിന്ന് മോട്ടർ അത്രയും ദൂരെയാണ് മോട്ടർ ഇരിക്കുന്നത്, നമ്മുടെ സ്ലറീൻ്റെ ടാങ്ക്. അവിടെ നിന്ന് അതിനെ ഇങ്ങനെ ചുറ്റിയാണ് പൈപ്പ് വന്നിരിക്കുന്നത്. ഇവിടെ എത്തും വെള്ളം. അതായത് നമ്മൾ ഈ പുല്ലൊന്നും വയക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ പുല്ല് വയക്കുവാണ് നമുക്ക് പശുവിന് കൊടുക്കാൻ വേണ്ടി. ഇവിടെ എത്തുന്ന ഈ സ്ലറി നമ്മൾ 2 വാൽവ് കൊടുത്തിട്ടുണ്ട്. ഇത് പച്ചക്കറിക്ക് അകത്തേക്ക് ഉള്ള വാൽവാണ്. ഇപ്പം പച്ചക്കറിക്കകത്തേക്കാണ് വാൽവ് തുറന്നു വെച്ചത്. ഇനിയിപ്പം ഇത് നമുക്ക് വാഴയ്ക്കുള്ള വാൽവാണ്. വാഴയ്ക്കുള്ള വാൽവ് തുറന്നു. ഇനി പച്ചക്കറിയിലേക്കുള്ള വാൽവ് പൂട്ടി. ഇപ്പം സ്ലറി ഇതാ വാഴയ്ക്കകത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് വാഴയ്ക്ക് ഇതാണ് പെരികല്ലത്തിൻ്റെ ചെപ്പ്. ഇത് നമ്മൾ വാഴയ്ക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് കാണിച്ചു തരാം. ഈ സ്ലറിയാണ് നമ്മൾ വാഴയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വേറെ രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഫുൾ ഓർഗാനിക് രീതിയിലുള്ള കൃഷികളാണ് നമ്മൾ ചെയ്യുന്നത്. പച്ചക്കറിക്കാണെങ്കിലും ഈ സ്ലറി തുടരെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ജൈവ കീടനാശിനികൾ ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ലറി ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് പഴമയുടെ ഒരു തനിമയിലുള്ള വാഴപ്പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ മക്കൾക്കും അതുപോലെയുള്ള ഒരുപാട് രോഗികളൊക്കെ നമ്മളെടുത്ത് വന്ന് വിശ്വസിച്ച് പച്ചക്കറികളും വാഴകൾ ഒക്കെ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട്. ഇനി നമുക്ക് വാഴയ്ക്ക് കീടത്തിനുള്ള രോഗം ായിട്ട് ഈ ഒടിഞ്ഞതും അതുപോലെ ചീഞ്ഞതുമൊക്കെ ആയ കൈകൾ നമ്മൾ മുറിച്ച് കളയണം. വാഴ എപ്പോഴും നല്ല വൃത്തിയിൽ നിൽക്കണം. വാഴയിൽ ഉണങ്ങിയ പോളകളൊന്നും ഉണ്ടാകരുത്. പിന്നെ നമ്മൾ ഈ വിത്തുകൾ നമ്മൾ മുറിച്ച് കളയാണ് ചെയ്യുന്നത് കേട്ടോ. മുറിച്ച് കളയും. അതിപ്പം വിത്ത് നിർത്താനായിട്ടില്ല, ഇപ്പം വാഴ കുലയ്ക്കാനായിട്ടില്ലല്ലോ. ഇങ്ങനെ വാഴ ഒരുക്കി കഴിഞ്ഞിട്ട് ഈ ഉണങ്ങിയത് ഇതായിട്ടുള്ള പോളകളും ഇതൊക്കെ നിർത്തി കളയും. ഇതല്ല, ഇങ്ങനെ ഉണങ്ങിയ പോളകളൊന്നും വാഴയ്ക്ക് നിർത്തിയില്ല. ഉണങ്ങിയ പോളകൾ നിർത്തിയാൽ ഇങ്ങനെയുള്ള ഇവിടെ കയറിയിട്ട് ഈ വണ്ട് കയറി മുട്ടയിട്ടിട്ടാണ് വാഴ പിടക്കുന്നത്. ഇതുപോലെയുള്ള കൈകളെല്ലാം നമ്മൾ മുറിച്ച് ഒഴിവാക്കുക. ഇത് തോട്ടത്തിൽ നിന്ന് തന്നെ ഇട്ട് മാറ്റാം. എന്നിട്ട് ഈ ഉണങ്ങിയ പോളകൾ ഇങ്ങനെ ചെത്തിക്കളയണം. ഇതൊന്നും നിർത്തി ഇതൊക്കെ നിർത്തിയാൽ വന്ന് ഇതിനകത്ത് കയറി ഇരുന്നിട്ട് മുട്ടയിടും. ഈ വാഴ തുളച്ചിട്ട് മുട്ടയിട്ടിട്ട് അതിനകത്ത് പുഴു ഉണ്ടായിട്ടാണ് ഈ വാഴ കുലച്ച് കഴിയുമ്പോൾ വാഴയ്ക്ക് ഈ
ഇതുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വിത്തുകളെല്ലാം കളയും. എന്നിട്ട് മക്കളെ ചപ്പെടുത്തിട്ടോ മക്കളെ. ഒരു ഇതിപ്പം നമ്മൾ 2 വാഴ വെച്ചാണ് നട്ടിരിക്കുന്നത്. ഈ 2 വാഴയ്ക്ക് നമ്മൾ ഇത്രയും പെരികലത്തിൻ്റെ ചപ്പിൽ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ കുറച്ച് മാറി ഇങ്ങനെ ഇങ്ങോട്ട് മണ്ണ് വെട്ടിയിട്ട് ഇങ്ങനെ മൂടിക്കൊടുക്കും. ശരിക്കും മൂടണമെന്നൊന്നുമില്ല, ഇതുപോലെ മതി. ഇതിൻ്റെ ഈർപ്പം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അത്യാവശ്യം ചെറുതായിട്ടൊന്ന് മൂടി, എത്ര മതി. ഇനിയിപ്പോൾ നമ്മളിതാ ഈ ബയോഗ്യാസിൻ്റെ സ്ലറി ഇത് ഒന്ന് തളിച്ചു കൊടുക്കും. തളിച്ചു കൊടുക്കുന്നതിനാന്ന് വെച്ചാൽ ഇത് ഇത്രയും പെട്ടെന്ന് അഴുകി വളമാകാൻ വേണ്ടിയാണ്. ഇനിയിപ്പം ഈ വാഴേൻ്റെ കാര്യം സേഫായി, ചെണ്ടിപ്പുഴുവിൽ നിന്ന് സേഫായി. ഇനി ഈ വാഴനെ ഒരു കാരണവശാലും ചെണ്ടിപ്പുഴു ആക്രമിക്കില്ല. അതായത് ഈ പെരികലത്തിൻ്റെ സത്ത് മണ്ണിൽ ലയിച്ച് വാഴയുടെ വേര് വഴി വാഴയിലേക്ക് എത്തും. വാഴയിലെത്തിക്കഴിയുമ്പം പിന്നെ ഈ പുഴുവിന് ഇതിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതുണ്ട്. അതുകൊണ്ട് ചെറിയ കൃമികൾക്കും കീടങ്ങൾക്കും എല്ലാം നല്ലതാണ്. പുതിയ കൃഷി വീഡിയോയുമായിട്ട് നമുക്ക് ഇനി വീണ്ടും വരാം.